ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടുണ്ടായ 3 പ്രധാനപ്പെട്ട വളരെ സമീപസ്ഥമായ ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആ ഒരു മുദ്രാവാക്യം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരണത്ത് കയറി, വിദേശ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രീസറിലാവും. 2, ഇന്ത്യയുടെ ഭരണ നിർവഹണ വ്യവസ്ഥയെ തന്നെ ഒരുപക്ഷെ പൊളിച്ചു പണിയുന്ന തരത്തിലുള്ള മണ്ഡല പുനർക്രമീകരണത്തിനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോയത്. ഡീലിമിറ്റേഷൻ. പാർലമെൻറ്റ് മുഴുവനും പുതുക്കിപ്പണിതപ്പോൾ 800 സീറ്റും 1000 സീറ്റും അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല ആ സീറ്റിൽ ആരാണ് ഇരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഏകദേശം 840ഓളം അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റ് വിഭാവനം ചെയ്തുകൊണ്ടാണ് BJP നിൽക്കുന്നത്. ആ അത്തരത്തിൽ കേന്ദ്രീകൃതമായ 840 അംഗങ്ങളുള്ള പാർലമെൻറ്റിൽ എവിടെ നിന്നാണ് ഭൂരിപക്ഷം വരിക? ദക്ഷിണ ഉത്തര വിഭജനത്തിലൂടെയാണ് ഒരുപക്ഷെ സാധിക്കുക. അത് MK സ്റ്റാലിനാണ് അത് ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത്. കാരണം നമ്മൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ കുടുംബാസൂത്രണ പദ്ധതികളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഫാമിലി വെൽഫെയർ പദ്ധതികളിലൂടെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ എണ്ണം, വലിപ്പം എന്നേ ചുരുക്കി കഴിയും. ഇനി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടകത്തിൽ, തമിഴ്നാട്ടിലെല്ലാം തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലെവലിലും താഴെയാണ് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് സ്ത്രീകളുടെ പുനരുത്പാദന നിരക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനം അടക്കമുള്ളിടത്ത് എണ്ണം കുറയുകയാണ്, ജനങ്ങളുടെ എണ്ണം കുറയുകയാണ്, വോട്ടർമാരുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ്, മണ്ഡലങ്ങളുടെ എണ്ണം നിലനിർത്താൻ മാത്രമേ നമുക്ക് കഴിയൂ. നേരെ മറിച്ച് വടക്ക് ഏകദേശം 10, 100, 150 പുതിയ കോൺസ്റ്റിറ്റ്യുവൻസി വരികയാണെങ്കിൽ അത് ചെന്നെത്തുക ഒരുപക്ഷെ പണ്ട് OB വിജയൻ പറഞ്ഞ പോലെ ഔത്തരാഹൻ്റെ ഒരു മേധാവിത്വത്തിലായിരിക്കും. അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഔത്തരാഹൻ്റെ ഒരു മേധാവിത്വത്തിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവവേദ്യമാണ്. ഒറ്റ ചെറിയ ഉദാഹരണം, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നപ്പോൾ കേരളത്തിൽ ഒരാവശ്യമില്ലാത്ത 3ാമതൊരു തട്ടുണ്ടായി, ബ്ലോക്ക് പഞ്ചായത്ത്. ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കൈമലർത്താനേ നമുക്ക് കഴിയുന്നുള്ളൂ. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട്, അവരവരുടേതായ രീതിയിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നഗരസഭകളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും കഴിയുമ്പോൾ പിന്നെ അവിടെ വേറൊരു സംവിധാനത്തിന് സ്പേസ് ഇല്ല. പക്ഷെ എന്നിട്ട് പോലും ഈ ഇന്ത്യക്ക് വേണ്ട ചെരുപ്പിനകത്തേക്ക് ഈ കേരളം പോലെ അല്ലെങ്കിൽ കർണാടകം പോലെ അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ബ്ലോക്കുകളും കൂടി ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി വരുന്ന ചെലവ്, അതിനുവേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യസ്തതകൾക്കുള്ള സ്പേസ് കൂടെ കൊടുത്തുകൊണ്ട് ആലോചിക്കുന്ന ഒരു രീതിയല്ല ഉള്ളത്. അതിനെ ഏറ്റവും അപകടകരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒന്നായിരിക്കാം ഡീലിമിറ്റേഷൻ എന്നാണ് ഇതേക്കുറിച്ച് കാര്യവിവരമുള്ളവർ പറയുന്നത്. 3, പൗരത്വ നിയമ ഭേദഗതി. 478 പേർ കമ്മിറ്റി ഇതിനകം കൊടുത്തു എന്ന് പറയുന്നു. മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ, മുസ്ലിം എന്ന് പറയുന്ന ഒറ്റ സമുദായത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി നടത്തുമ്പോൾ അതിൽ വൈരനിര്യാതന ബുദ്ധിയല്ലാതെ മറ്റെന്താണുള്ളത്? നിങ്ങൾക്ക് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ടോളറൻസാണ്, സഹിഷ്ണുതയാണ്, ഉൾക്കൊള്ളലിനുള്ള ശേഷിയാണ്. ഈ ഉൾക്കൊള്ളലിനുള്ള ശേഷിയെ മുഴുവൻ നിരാകരിക്കുകയും അതിൻ്റെ ആക്രമണോത്സുകമായൊരു മുഖത്തെ മാത്രം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെയും മതങ്ങളെയും ജനവിഭാഗങ്ങളെയും കൈകാര്യം ചെയ്യുമ്പോൾ അത് അപകടകരമായൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം.